എല്ലാവർക്കും നമസ്കാരം. ലിബീസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു അടിപൊളി റെസിപ്പിയും കുറച്ച് ഞങ്ങളുടെ നാട്ടിലെ കാഴ്ചകളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ നാട്ടിലെ ഒരു അമ്പലമാണ്, പ്രശസ്തമായ കലഞ്ഞൂർ മഹാദേവ ക്ഷേത്രമാണ്. ഇത് നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തിയുടെ അന്ന് അമ്പലത്തിലുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. അമ്പലം വളരെ ചുറ്റുവിളക്കുകളൊക്കെ ഭയങ്കര ഭംഗിയായിരുന്നു. എല്ലാ വർഷവും ശ്രീകൃഷ്ണ ജയന്തിയുടെ അന്ന് ഭയങ്കര ആഘോഷമാണ് ഇവിടെ. കാര്യം ഘോഷയാത്രയും കുട്ടിക്കൃഷ്ണന്മാരും രാധമാരും ഒക്കെ ഒരുങ്ങി ഭയങ്കര ആഘോഷമാണ്. പക്ഷേ ഈ പ്രാവശ്യം കൊറോണയൊക്കെ കാരണം ആഘോഷങ്ങളൊന്നും ഇല്ലായിരുന്നു. എങ്കിലും അമ്പലം വളരെ മനോഹരമായിട്ട് ചുറ്റുവിളക്കുകളാലൊക്കെ തെളിയിച്ച് ഭയങ്കര ഭംഗിയായിരുന്നു കാണാനായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഇവിടുത്തെ ചടങ്ങുകളൊക്കെ ഇപ്പോൾ നടക്കുന്നത്. അങ്ങനെ ഞാൻ വരുമ്പോൾ എനിക്ക് 2 കുട്ടി കുറുമ്പന്മാരായിട്ടുള്ള കണ്ണന്മാരെ കിട്ടി. കണ്ടില്ലേ, നല്ല സുന്ദരമായിട്ടൊക്കെ ഒരുങ്ങി. പക്ഷെ രണ്ടുപേരും ഫോട്ടോ എടുക്കാനൊന്നും നിന്ന് തരത്തില്ല കേട്ടോ. അവരിങ്ങനെ അത് എൻജോയ് ചെയ്ത് നടക്കുകയാണ്. ആഘോഷങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവർ കൃഷ്ണനായിട്ട് ഒരുങ്ങി അമ്പലത്തിൽ തൊഴാൻ വേണ്ടി വന്നതായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ നമ്മളിന്ന് കാണിക്കുന്നത് ചക്ക വെച്ചുള്ള ഒരു ഉണ്ണിയപ്പമാണ്. അത് ഗോതമ്പ് പൊടി വെച്ചാണ് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. അതിന് ഞാൻ ആവശ്യത്തിന് ചക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് 5 മുതൽ 6 വരെയുള്ള ചക്ക ചുള മതി. കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് ചക്ക അരച്ചാൽ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോഴത്തേക്കിന് അത് എണ്ണ കുടിക്കും. നമുക്ക് ഈ ചക്കപ്പഴം ഒന്ന് അരച്ചെടുക്കാം ആദ്യം. നമ്മളിപ്പോൾ ചക്കപ്പഴം എല്ലാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗോതമ്പ് പൊടി എടുക്കാം. ഗോതമ്പ് പൊടിയിലോട്ട് നമുക്ക് ശർക്കര പാനി മിക്സ് ചെയ്ത് കൊടുക്കാം. ശർക്കര പാനി നിങ്ങളുടെ മധുരത്തിനനുസരിച്ച്, ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് ശർക്കര പാനിയാക്കിയതാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് ഏലക്ക പൊടിച്ചത്, ജീരകം പൊടിച്ചത്, ചുക്ക് പൊടിച്ചത്, ഇതെല്ലാം ഇച്ചിരി 1/4 ടീസ്പൂൺ വീതം നമുക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ചേർക്കുന്ന ശർക്കരപ്പാനി ഒരു നൂൽ പരുവമുള്ള ശർക്കരപ്പാനിയല്ല. നമ്മളിപ്പോൾ 250 ഗ്രാം ശർക്കര ആണെങ്കിൽ 250 ഗ്രാം തന്നെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുറുക്കിയെടുക്കുന്ന ശർക്കരപ്പാനിയാണ്. അപ്പോൾ നമുക്കിത് മൊത്തം നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ച് തന്നെ വേണമെങ്കിൽ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് കലക്കിയെടുക്കാം. ഇപ്പോൾ ഏകദേശം ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തോട്ട് അരച്ച ചക്കപ്പഴം ചേർത്ത് കൊടുക്കാം. നമുക്കൊരു നല്ലൊരു തിക്ക് ബാറ്റർ വരണമെങ്കിൽ, നമുക്ക് ഈ ഒരു ബാറ്ററല്ല കുറച്ചും കൂടെ ലൂസ് ആക്കണം എന്നുണ്ടെങ്കിൽ ചെറു ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. പച്ചവെള്ളം ഒഴിക്കല്ല, നമ്മൾ ചെറു ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്കൊരു മീഡിയം രീതിയിലുള്ളൊരു, ഒരുപാട് ലൂസും ആകണ്ട എന്നാൽ ഒരുപാട് തിക്കും ആകണ്ട, അങ്ങനത്തെ ഒരു ബാറ്റർ വേണം നമുക്ക് ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലല്ലോ, കണ്ടല്ലോ, പെട്ടെന്ന് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിതുപോലെ മാവ് കണ്ടോ കുഴച്ചെടുത്ത് വെച്ചാൽ മതി. കണ്ടല്ലോ, ഒരുപാട് ലൂസും അല്ല എന്നാൽ ഒരുപാട് തിക്കും അല്ല. നമുക്കിതിനകത്തോട്ട് ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതിന് ജസ്റ്റ് മുമ്പ് ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി ചേർക്കുക. പിന്നെ വറുത്ത തേങ്ങാക്കൊത്ത് ഇത്രയും കൂടെ ചേർത്തൊന്ന് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള പാൻ വെച്ചിട്ടുണ്ട്, അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. നമുക്കതിനകത്തോട്ട് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മളിനി ഇതിനകത്തോട്ട് കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നെയ്യ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പണ്ടൊക്കെ നമ്മളിത് ഫുൾ വറക്കുന്നത് തന്നെ നെയ്യിലായിരുന്നു. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ ഒരു 1/4 ഭാഗത്തോളമേ ഇതിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. കാരണം ഇത് വറുത്ത് വരുമ്പോഴത്തേക്കിന് ഇത് ഡബിൾ ആകും. കണ്ടല്ലോ, നല്ല വൃത്തിയായിട്ടത് പൊങ്ങിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 5 മിനിറ്റിന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പമാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഗോതമ്പ് പൊടിയൊക്കെ എപ്പോഴും കാണുമല്ലോ. ഈ ചക്ക അല്ലെങ്കിൽ നമ്മൾ പഴമായാലും മതി, പാളയംതോടൻ പഴമായാലും മതി. ഒരു 2 പഴത്തിൻ്റെ ആവശ്യമുള്ളൂ. പഴമാകുമ്പോൾ ഞാൻ വേറൊരു ദിവസം പഴത്തിൻ്റെ ഇത് കാണിക്കുന്നതായിരിക്കും.
ഇപ്പം നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ വൺ സൈഡ് ആയിട്ടുണ്ട്, നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് ചക്കപ്പഴം കൂടി പോലും കേട്ടോ. ചക്കപ്പഴം ആയാലും പഴമായാലും ഒരുപാടായിപ്പോയാൽ എണ്ണ കുടിക്കും. അതുകൊണ്ട് ആ ഒരു ക്വാണ്ടിറ്റി നോക്കിയിട്ടേ നമ്മൾ പഴമായാലും ചക്കയായാലും ചേർക്കാവൂ. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പമൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്, കണ്ടില്ലേ. നമുക്കിനി അത് മാറ്റാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ്, ഒരു 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതെല്ലാം പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ബാക്കിയും കൂടെ ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ അപ്പോൾ എല്ലാവരും കാണണം. അപ്പോൾ നമ്മൾ ഇനിയും ഒരു ഈസി റെസിപ്പിയായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഒരു ബൈ ബൈ.